പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ എല്ലാ ആകുലതകളുടെ വിഷയങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ ഭാരം, നമ്മൾ അലട്ടുന്ന ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, കുടുംബമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഇത് 3 മണി സമയമാണ്. കർത്താവിൻ്റെ കരുണ ലോകത്തിൻ്റെ മേൽ വെളിപ്പെട്ട സമയം. നമ്മുടെ പാപത്തിൻ്റെ ഭാരം ഈശോ കാൽവരിയിൽ പൂർണ്ണമായും എടുത്തു മാറ്റിയ സമയം. നമ്മുടെ സങ്കടങ്ങളും കണ്ണുനീരും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സകല ദുരനുഭവങ്ങൾക്കും കുരിശിൽ ഉത്തരം നൽകിയ കർത്താവ്. സ്വകാര്യ ദുഃഖങ്ങളും സഹനങ്ങളും അർത്ഥമുണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തിയ നിമിഷമാണിത്. ഈ മണിക്കൂറിൽ, ഈ കൃപയുടെ സമയത്ത്, ഈ കരുണയുടെ മണിക്കൂർ തമ്പുരാനെ ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കരുണ വർഷിക്കുന്ന നിമിഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ തമ്പുരാനെ നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഒരുമിച്ച് നിന്റെ കാരുണ്യം യാചിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ലോകം മുഴുവൻ്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ അസ്വസ്ഥതകളുടെ നടുവിൽ വേദനിക്കുന്ന, കണ്ണുനീരിലായിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഉള്ളുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ അറിയുന്ന കർത്താവ്, പൂർണ്ണമായി അറിയുന്ന ദൈവം ഈ അൾത്താരയിലുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും മാറ്റി നിർത്തിയാലും ഉപേക്ഷിക്കില്ല എന്നും മാറ്റി നിർത്തില്ല എന്നും നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരമാണെന്ന് പറഞ്ഞ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. ജോബിന് സകലതും നഷ്ടപ്പെട്ട്, തൻ്റെ മക്കള്, തൻ്റെ സമ്പത്ത്, ആടുമാടുകള് സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിതം കടന്നു പോവുകയാണ്. വട്ടപൂജ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറയുന്ന, ഒട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് സ്വന്തം ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, ഇത്രയൊക്കെ നഷ്ടങ്ങളുണ്ടായിട്ടും, ഇത്രയൊക്കെ തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടും, ഇത്രമാത്രം അസ്വസ്ഥതകളുടെ നടുവിലും ഇപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിക്കാൻ ഭാര്യ ഭർത്താവിന് ഉപദേശിക്കുക. നോക്കണേ, അന്ത്യത്തോളം ഏതനുഭവത്തിലും കൂടെ ഉണ്ടാകുമെന്നും ഏതനുഭവത്തിലും കൂടെ നിൽക്കുമെന്നും വിശ്വസിച്ചവളാണ് ഇപ്പോൾ തള്ളിപ്പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. വല്ലാതെ മനസ്സ് നീറിയും വേദനിച്ചൊക്കെ കഴിയുന്ന സമയത്ത് നഷ്ടബോധത്തിൻ്റെയും പരാജയത്തിൻ്റെയും തകർച്ചയുടെയും കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ തന്നെ ആരെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നത്. ആ പ്രതീക്ഷ പോലും അസ്തമിച്ച് നിൽക്കുക. കാരണം സ്വന്തം ഭാര്യയാണ് ജോബിനോട് പറഞ്ഞത്, ഇനിയും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കാൻ. ഇത് പറഞ്ഞു തീരുമ്പോ ജോബ് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ടുപോലും പാപം ചെയ്തില്ല എന്ന്.
അത്രമാത്രം വേദനയുടെയും സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെയും നഷ്ടബോധത്തിന്റെയും നടുവില് സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്ന് പോലും മുറിവേൽപ്പിക്കപ്പെടുന്ന വാക്കുകൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും വചനം പറയാണ്, ജോബ് വാക്കുകൊണ്ടുപോലും ദൈവത്തെ മുറിപ്പെടുത്തിയില്ല, വേദനിപ്പിച്ചില്ല, പാപം ചെയ്തില്ല. മറിച്ച് ജോബ് പറഞ്ഞത്, ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അവിടെ നടന്ന മറ്റൊരു അത്ഭുതമാണ്, ജോബ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ജോബിനുണ്ടായി. അത്രമാത്രം സ്വകാര്യ ജീവിതത്തിന്റെ വേദനകളിൽ അകപ്പെട്ട് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഉറങ്ങാൻ പോലും പറ്റാതെ കഴിയുന്ന സമയത്താണ് ഏതാനും സ്നേഹിതര്, 3 സ്നേഹിതര് ജോബിന്റെ അടുത്തേക്ക് വരികയാണ്. ജോബിന്റെ വേദനകൾ കണ്ടിട്ട്, ജോബിന്റെ സങ്കടം കണ്ടിട്ട് അവർക്ക് അവനോട് സഹതാപം തോന്നി എന്നാ വചനം പറയുന്നത്. എന്നിട്ട് ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവർക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഉറക്കെ നിലവിളിച്ചു, വസ്ത്രം കീറി ശിരസിൽ പൂഴി വാരിയിട്ടു. അവന്റെ പീഡകൾ അതികഠിനമാണെന്ന് കണ്ടിട്ട് അവർ ചെയ്ത എന്നാന്നറിയാവോ? ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു എന്നാ വചനം പറയുന്നത്. ജോബ് ഒരുപക്ഷെ പ്രതീക്ഷിച്ച് തന്റെ ഭാര്യ മനസ്സിലാക്കുമെന്നായിരിക്കാം. ജോബ് ഒരുപക്ഷെ സ്വപ്നം കണ്ട് തന്റെ ഭാര്യയെങ്കിലും കൂടെ നിൽക്കുമെന്നായിരിക്കാം. ജോബ് വിചാരിച്ച ഇടത്തിൽ നിന്നല്ല ജോബിന് സമാധാനവും ആശ്വാസവും ഉണ്ടായത്. തന്റെ സ്നേഹിതര് ജോബിന്റെ അടുത്ത് വന്നിട്ട് ഒന്നും ഉരിയാടിയില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെയോ ശാന്തമായി ജോബിന്റെ വേദനകളിൽ ജോബിനോടൊപ്പം 7 രാത്രിയും പകലും ചെലവഴിച്ചെന്ന വചനം അവന്റെ കൂടെ ഇരുന്നു. അതികഠിനമായ സങ്കടത്തിന്റെ, നിരാശയുടെ, ആകുലതകളുടെ, ആത്മഹത്യ പ്രവണതകളുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്നതിന്റെ നടുവിൽ ഈ സ്നേഹിതർ അവന്റെ കൂടെ ഇരുന്നു. ശരിക്കും യഥാർത്ഥ സ്നേഹിതരെന്ന് വിളിക്കേണ്ടത് ഇവരെയല്ലേ? നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാൻ പലരും ഉണ്ടാകും. നമ്മുടെ ആനന്ദത്തിന്റെ നിമിഷങ്ങളിൽ കൈചേർത്ത് പിടിക്കാൻ പലരുണ്ടായെന്ന് വരും. പക്ഷേ നമ്മുടെ സങ്കടങ്ങളിലോ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലോ, ആരുമില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലോ, കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും ആകുലതകളുടെയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നോക്കിക്കേ, ജോബിനെ സഹായിക്കാൻ 3 സ്നേഹിതരെത്തുകയാ. അവരൊന്നും ഉരിയാടിയില്ല, മറിച്ച് ജോബിന്റെ വേദന കഠിനമാണെന്ന് കണ്ടിട്ട് ജോബിന്റെ കൂടെ ഇരിക്കുകയാ. 7 രാവും 7 പകലും ഒരക്ഷരം ഉരിയാടാതെ അവനോടൊപ്പം നിലത്തിരുന്നു എന്നാ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ സങ്കടങ്ങളിൽ അവരും പങ്കുചേർന്നുവെന്ന്, അവന്റെ വേദനകളിൽ അവരും പങ്കുചേർന്നുവെന്നല്ലേ വചനം പറയുന്നേ. കർത്താവേ, മനുഷ്യര് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഞങ്ങളോട് പെരുമാറണമെന്ന് നിർബന്ധമില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നായിരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളാകാം ഒരുപക്ഷെ ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് മാറുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും വേദനകളും മുറിവുകളും ആയിരിക്കാം ഒരുപക്ഷെ ഇന്നോളം സ്വീകരിച്ചിട്ടുള്ളത്. ഇതായി അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. മോളെ, നിന്റെ വേദനകൾ അറിയുന്നവനാണ് നിന്റെ കർത്താവ്, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ്. ജോബിന്റെ കൂടെ സ്നേഹിതർ ഇരുന്നതുപോലെ നിന്റെ കൂടെ അവസാനം വരെ നിന്റെ കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഇതായി അൽത്താരയിലുണ്ട്. ഇമാനുവേൽ, ഗോഡ് വിത്ത് us, ദൈവം നമ്മോട് കൂടെ. വിശ്വസിക്കേ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സ്നേഹിതർ ഉപേക്ഷിച്ചാലും, ഭാര്യ ഉപേക്ഷിച്ചാലും, ഭർത്താവ് തള്ളിക്കളഞ്ഞാലും, മക്കൾ വേണ്ടെന്ന് പറഞ്ഞാലും, കൂടെയുള്ളവരും ഏതെല്ലാം സൗഹൃദങ്ങൾ ഇന്നലകളിൽ നിനക്കുണ്ടായിരുന്നു അവരെല്ലാം നിന്നെ തിരസ്കരിച്ചാലും, നിന്നെ ഒരിക്കലും തിരസ്കരിക്കാത്ത, ഉപേക്ഷിക്കാത്ത, തള്ളിമാറ്റാത്ത ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇതായി അൽത്താരയിൽ. നിന്റെ വേദനകൾ നീ ഇവനോട് പറ, നിന്റെ സങ്കടങ്ങൾ ഇവനോട് പങ്കുവയ്ക്കേ. എന്നും കൂടെ നിൽക്കുന്നവനോട് നിന്റെ നൊമ്പരങ്ങൾ തുറന്നു പറ. ഈശോയെ, ഇതായി ജനത്തിന്റെ വേദനകൾ, ഇവരുടെ കണ്ണുനീരും സങ്കടങ്ങളെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഈ മക്കൾക്ക് നീ ആശ്വാസം നൽകണമേ, ഇവർക്ക് വേണ്ടതങ്ങ് നൽകണമേ. ഈശോയെ, മക്കളോട് നീ കരുണ കാണിക്കണമേ. കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്നവരിതിനകത്തുണ്ട്, മക്കളെ ഓർത്ത് കരയുന്നവരിതിനകത്തുണ്ട്,
സാമ്പത്തിക ഞെരുക്കത്തിന്റെ നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. മാരകരോഗത്തിന്റെയും മാറാരോഗങ്ങളുടെയും നടുവില് വല്ലാതെ ആകുലപ്പെട്ടും നിരാശപ്പെട്ടും കഴിയുന്നവർ ഇതിനകത്തുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങളും പ്രതിസന്ധികളുമായി കഴിയുന്നവർ ഇതിനകത്തുണ്ട്. വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും അനുഭവം പേറുന്നവർ ഇതിനകത്തുണ്ട്. തമ്പുരാനെ, വേദനകളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ, സങ്കടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമേ. കർത്താവേ, ബത്സേദ കുളക്കടവിൽ 38 വർഷം തളർവാദം ബാധിച്ച് കടന്നവനിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നല്ലോ. ആ കുളക്കടവിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ, സൗഖ്യം നൽകിയില്ലേ? ഈശോയെ, അൽത്താരയിൽ നിന്നും ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ. ഇവിടെ രോഗാവസ്ഥകളിലേക്കും മനസ്സ് തളർന്നും തകർന്നിരിക്കുന്ന അനുഭവങ്ങളിലേക്ക്, പ്രതീക്ഷയും പ്രത്യാശയും അസ്തമിച്ചു പോയ ജീവിത അനുഭവങ്ങളിലേക്ക് ഈശോയെ നീ ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ 2 ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഈ അൽത്താരയിലുണ്ട്. സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോ ഈ അൽത്താരയിലുണ്ട്. നിന്നെ കാൽവരി കുരിശോളം സ്നേഹിച്ച ദൈവം ഈ അൽത്താരയിലുണ്ട്. ഈശോയെ, ഈ സ്നേഹത്തിൽ എന്നെയും പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ കാരുണ്യത്തിൽ എന്നെയും ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന, ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവച്ചിട്ടില്ലാത്ത എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ ഈശോയെ നീ ഇപ്പോൾ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈശോയെ, കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. രോഗികളെ നീ സുഖപ്പെടുത്തണമേ. മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ബലം നൽകണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കരുണ തോന്നണേ, അലിവു തോന്നണേ. ഈശോയെ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർത്തീരമാ. പാപമെന്നെ പാതാളത്തിലെത്തിച്ചു. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിൽ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആരുടെ മേലിലൊക്കെ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരെല്ലാം ആത്മനാ ചേർത്ത് നിർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശു 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 യേശു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.